പരിഹാസങ്ങളും ദുരിതങ്ങളും താങ്ങുവാൻ ത്രാണിയില്ലാതെ, പരിഹാസങ്ങളും ദുരിതങ്ങളും താങ്ങുവാൻ ത്രാണിയില്ലാതെ പകച്ചു നിൽക്കും മനുഷ്യ, നീ ഒരു വേള പറയൂ യാതും ദൈവം. പകച്ചു നിൽക്കും മനുഷ്യ, നീ ഒരു വേള പറയൂ യാതും ദൈവം. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഇയ്യോബിൻ്റെ പുസ്തകം 41-ാം അധ്യായം 10-ാമത് വാക്യത്തിൽ ഇങ്ങനെ ഒരു ചോദ്യം കാണാം. എന്നോട് എതിർത്തു നിൽക്കുന്നവൻ ആർ എന്ന ചോദ്യമാണ്. പലപ്പോഴും നാം ഈ ലോകത്ത് കേൾക്കാറുള്ള ചില വാക്കുകളിൽ ഒരു വാക്കാണ് എന്നോട് യുദ്ധം ചെയ്യുവാൻ, എന്നോട് പൊരുതുവാൻ, എന്നോട് ജയിക്കുവാൻ ആർക്ക് കഴിയും എന്ന് ചോദിക്കുന്ന ബലശാലികളുടെ, സമ്പന്നന്മാരുടെ, അധികാരസ്ഥന്മാരുടെ ധാർഷ്ട്യമുള്ള വാക്കുകൾ എന്നുള്ളത്. ബലശാലികൾ പലപ്പോഴും എന്നോട് എതിർത്ത് നിൽക്കുവാൻ ആർക്കും കഴിയില്ല എന്ന് പറയുകയും അവരുടെ ധാർഷ്ട്യവും അഹങ്കാരവും അവർ പ്രവർത്തിച്ചുകൊണ്ട് മുൻപോട്ട് പോവുകയും ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ്. ശമൂവേൽ എഴുതിയ 1-ാം പുസ്തകം 17-ാം അധ്യായത്തിനകത്ത് ദൈവത്തിൻ്റെ ജനമാകുന്ന ഇസ്രായേൽ മക്കളെ അപമാനിച്ചുകൊണ്ട്, വെല്ലുവിളിച്ചുകൊണ്ട്, ധിക്കാര മനോഭാവത്തോടെ തല ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്ന ഗോലിയാത്തിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയാണ്. അവൻ പറയുന്നത് എന്നെ ജയിക്കുവാൻ ആർക്കും കഴിയില്ല എന്നുള്ള വാക്കുകൾ തന്നെയാണ്. തൻ്റെ പൊക്കവും തൻ്റെ ധാർഷ്ട്യവും തൻ്റെ കയ്യിലുള്ള ആയുധങ്ങളും തൻ്റെ യുദ്ധ കവചങ്ങളുമൊക്കെ കണ്ടിട്ട് ഭയപ്പെട്ട് പിന്നോക്കം ഓടിപ്പോകുന്ന ഇസ്രായേൽ ജനത്തെയും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ അവിടേക്ക് നടന്നു വരുന്ന ദാവീദ് ഗോലിയാത്തിൻ്റെ വാക്കുകൾ കേട്ടിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ വന്നിട്ട് അവൻ ഗോലിയാത്തിനെ ധൈര്യത്തോടുകൂടി നേരിടുന്നത് 45-ാം വാക്യത്തിനുള്ളിൽ കാണുന്നുണ്ട്. 17-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ കൃത്യമായ തലത്തിൽ അപമാനിച്ചുകൊണ്ട് തല ഉയർത്തി നിൽക്കുന്ന ഒരു ഗോലിയാത്തിനെയാണ് നാം കാണുന്നതെങ്കിൽ 45-ാം വാക്യത്തിൽ വരുമ്പോൾ ധൈര്യത്തോടുകൂടി ഗോലിയാത്തിൻ്റെ മുൻപിലേക്ക് നടന്നു ചെല്ലുന്ന ഒരു ദൈവത്തിൻ്റെ ദാസനായ ദാവീദിനെയാണ് കാണുവാനും മനസ്സിലാക്കുവാനും കഴിയുന്നത്. ഇവിടെ ഗോലിയാത്തിനെ നിഷ്പ്രയാസം വകവരുത്തി ജയാളിയായി മടങ്ങി വരുന്നതായി ദാവീദ് തരുന്ന ഒരാഴമായ സന്ദേശമുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ മേൽ വന്നാൽ നമ്മെ ജയിപ്പാനായിട്ട് സമ്പന്നനോ പൊക്കമുള്ളവനോ ആയുധമുള്ളവനോ സ്ഥാനമുള്ളവനോ മാനമുള്ളവനോ കഴിയില്ലെന്നും ദൈവത്തിൻ്റെ ആത്മാവ് അതിനെല്ലാം മീതെ അത്ഭുതങ്ങൾ ചെയ്ത് നമുക്ക് ജയം നൽകുവാൻ കഴിവുള്ള ദൈവമാണെന്നും നമ്മെ ആഴമായി ഓർപ്പിക്കുക തന്നെയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരിക്കലും ദാവീദ് ഗോലിയാത്തിനെ ജയിപ്പാൻ കഴിയില്ല എന്ന് ഗോലിയാത്ത് ചിന്തിച്ചുവെങ്കിലും ദൈവത്തിൻ്റെ ആത്മാവ് ദാവീദിൻ്റെ മേൽ വന്നപ്പോൾ ഗോലിയാത്തിനെ നിഷ്പ്രയാസം വകവരുത്തി ജയാളിയായി മടങ്ങി വരുവാനായിട്ട് ദാവീദിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തോട് യുദ്ധം ചെയ്ത് ജയിപ്പാൻ ഒരു മനുഷ്യനോ ഒരു ശക്തിക്കോ സാധ്യമല്ല. ദൈവത്തിൻ്റെ ആത്മാവുള്ള ഒരുവനെ എതിർത്ത് ജയിക്കുവാനും മറ്റൊരാൾക്കും സാധ്യമല്ല എന്ന് നമ്മെ ഓർപ്പിക്കുന്നു എങ്കിൽ
ദാവീദിൻ്റെ മേൽ പകർന്ന ദൈവാത്മാവിന് വേണ്ടി സകലത്തെയും ജയിക്കുവാൻ കഴിവുള്ള ദൈവസാന്നിധ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ, ഞങ്ങളുടെ മേൽ അങ്ങയുടെ ആത്മാവിൻ്റെ ശക്തി പകരണമേ. അങ്ങയോട് എതിർത്തു ജയിക്കുവാൻ ആർക്കും കഴിയില്ലെങ്കിൽ അങ്ങയുടെ ആത്മാവ് ഞങ്ങളുടെ മേൽ വന്നാൽ ഞങ്ങളെ ജയിപ്പാൻ കഴിയില്ല എന്ന് തിരിച്ചറിഞ്ഞ് അങ്ങയുടെ ആത്മാവിനെ പ്രാപിച്ച് മുന്നേറുവാൻ സഹായിക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ആമേൻ.